അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീന് കേൾക്കാനും പഠിക്കാനും നമുക്കൊരവസരം ലഭിച്ചിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നത് വഖുലിക്കൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഒന്നും അറിയാത്ത, ഒന്നിനും കഴിയാത്ത നിലയിലാണ്. ഇപ്പം ലോകത്തുള്ള ജീവജാലങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അമ്മ തൻ്റെ നാവ് കൊണ്ട് അതിൻ്റെ കിടാവിനെ ഒന്ന് നക്കി തുടച്ചു കഴിഞ്ഞാൽ അത് വേഗം എഴുന്നേറ്റ് വന്ന് എന്ത് ചെയ്യും? അമ്മയുടെ അകിടിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അതതിൻ്റെ പാല് കുടിക്കും. നമ്മൾ ജനിച്ച് വീണ സമയത്ത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? ഇല്ല. ഉമ്മ എടുക്കണം, മാറിലേക്ക് ചേർത്ത് വെച്ച് അമ്മഞ്ഞ പാല് നമുക്ക് തരണം. അത്ര ദുർബലരായിരുന്നു നമ്മളെന്ന കാര്യം നമുക്ക് സ്വയം ബോധ്യമുണ്ടാകണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്? അതാണ് ഖുർആൻ പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് കണ്ണും കാതും ഹൃദയവും ഒക്കെ നൽകി. എന്നിട്ട് നിങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്നു. ഇതാരാണ് ചെയ്തത്? അള്ളാഹുവാണ്. ഇതിൻ്റെ പിന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നുണ്ടോ? ഖുർആൻ പറയാണ് ഇതൊക്കെ ചെയ്തു തന്നത് റബ്ബാണ്. അതുകൊണ്ട് നിങ്ങൾ ശുക്ർ ചെയ്യേണ്ടത് എനിക്കാണ്. അനിഷ്കുർലി, നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. കാരണം നിങ്ങളെ സൃഷ്ടിച്ചതും വളർത്തി വലുതാക്കിയതും ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നതും ഞാനാണ്. അപ്പൊ അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയും. നേരത്തെ ക്ലാസ്സിൽ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇന്ന് ഖുർആനിന്റെ ഈ രണ്ടാമത്തെ ഭാഗത്തിൽ അള്ളാഹ് പറയുന്ന എന്താ അറിയോ? ഇതൊക്കെ ചെയ്തു തന്ന എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്ന രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? അനിഷ്കുർലി വലി വാലിദേക്, എനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണമെന്ന് പറയുന്നു. ആദ്യം പറയുന്നത് എനിക്ക് ശുക്ർ ചെയ്യണം, എനിക്ക് നന്ദി കാണിക്കണം. രണ്ട് പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ ശുക്ർ ചെയ്യണം. ഈ പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാരണക്കാർ ഏകനായ സർവാധിനാഥനായ അള്ളാഹുവാണ്. നമ്മുടെ സൃഷ്ടിപ്പിന്റെ ബാഹ്യ കാരണക്കാരാരാണ്? നമ്മുടെ മാതാപിതാക്കളാണ്. അവരോട് ശുക്ർ ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനിയന്മാരോട് ഞാൻ ചോദിക്കുകയാണ്,
നമ്മുടെ മാതാപിതാക്കളോട് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മാതാപിതാക്കളോട് ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കരുത്, അവരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാലും ആ ഖുർആനിന്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, കരയിപ്പിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവരെ അടിക്കുന്ന, കൊല ചെയ്യുന്ന ആളുകൾ വരെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നത് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യതകൾ തീർച്ചയായും നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഖുർആൻ പറയുന്ന എന്താ അറിയോ? ഖുർആൻ പറയുന്ന അറിയോ? മനോഹരമായിട്ട് ഖുർആൻ പറയാൻ, നിങ്ങളുടെ മാതാപിതാക്കളോട് ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ചേന്നുള്ള വാക്ക് പോലും നിങ്ങൾ പറയരുത്. നിങ്ങൾ ചേന്നുള്ള വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇത് പറയുമ്പോൾ എന്തറിയോ, ചിലപ്പോ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ ചിലരൊക്കെ പറയുണ്ടാവും, ചേന്ന് ഞങ്ങൾ പറയില്ല, ബാക്കിയൊക്കെ ഞങ്ങൾ പറയലുണ്ട്, ചേന്ന് ഞങ്ങൾ പറയില്ല, ബാക്കിയൊക്കെ ഞങ്ങൾ പറയലുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന അറബിയിലെ ഏറ്റവും ചെറിയ ഒരാളെ നിന്ദിക്കാൻ വേണ്ടി പറയുന്ന ഏറ്റവും ചെറിയൊരു വാക്കുപോലും പറയാൻ പാടില്ല എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് പറയുന്ന എന്താ അറിയോ? വഖുല്ലഹുമാ ഖൗലൻ കരീമ, നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണം. നിങ്ങൾ അവരോട് മാന്യമായി സംസാരിക്കണമെന്ന് പറയുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന എന്താ അറിയോ? ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ അറിയോ? മാന്യമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു രോഗി എങ്ങനെയാണോ സംസാരിക്കുക, ഒച്ചത്തിൽ സംസാരിക്കുക? ഒരിക്കലും ഒച്ചത്തിൽ സംസാരിക്കില്ലല്ലോ. വളരെ ലളിതമായി ശബ്ദം കുറച്ച്, ശബ്ദം താഴ്ത്തി, വിനയത്തോടു കൂടി സംസാരിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുക, ഒരു രോഗി സംസാരിക്കുള്ളൂ. ഇതുപോലെയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ സംസാരം അങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കളോട്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പിന്നെ എല്ലാവരും ഒന്ന് എഴുന്നേറ്റുക്കോ പ്ലീസ് സ്റ്റാൻഡപ്പ്. അയ്യവ, നല്ല മക്കളാണ്, മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇരിക്കല്ലേ? ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം ശരിയനല്ലേ? അല്ലേ? അപ്പം ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് നിർത്തും. നിങ്ങൾ എന്നോട് കുറച്ച് നേരം ഒന്ന് സഹകരിച്ചാൽ മതി. ഓക്കെ അല്ലേ? സാധാരണ ഞാൻ പറയല് കോഴിക്കോട്ടുള്ള കോഴിക്കോട്ടെ കുട്ടികളെ കണ്ടുക്കോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയലുണ്ട്, കോഴിക്കോട്ടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. അതെൻ്റെ വിശ്വാസമാണ്, അത് ഞാൻ നിലനിർത്തട്ടെ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ പറയുന്ന വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എത്ര പ്രാവശ്യം അവരോട് നല്ലവണ്ണം സംസാരിക്കണം, പെരുമാറണം, നന്മകൾ ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്യൂല, അതങ്ങോട്ട് കയറൂല. ഞാൻ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി. എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോയി. ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ച സമയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുറച്ച് നേരം ഇരുന്ന് ഞാൻ സംസാരിച്ചപ്പോൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം, അദ്ദേഹം കരയുകയും ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങൾ ഇങ്ങനെ കരയുന്ന എന്തിനാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ, സത്യത്തിൽ നമ്മുടെ ഉപ്പാനോട് നമുക്ക് കുറേ ബാധ്യതകൾ ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ ഉമ്മാനോടുള്ള ബാധ്യതകളൊന്നും എനിക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഞാൻ ഒച്ചയെടുത്ത് ശബ്ദം എടുത്ത് സംസാരിച്ച് എന്ത് ചെയ്യും, ഉമ്മാൻ്റെ സംസാരം അവിടെ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പിക്കും. എന്തെങ്കിലും ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടാൽ ഒരിക്കലും ഞാൻ എൻ്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കലില്ല. ഞാൻ എൻ്റെ ഉമ്മാനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ ചോദിച്ചു, എന്തിനാണ് വേദനിപ്പിച്ചത്? എന്ന് നോക്കിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഞാൻ സ്കൂളിൽ ഒപ്പിച്ചിട്ടുണ്ടാകും.
എന്നിട്ട് എൻ്റെ ഉമ്മാനെ വിളിക്കും. വാപ്പ ഗൾഫിലാണ്, ഉമ്മാനെ വിളിക്കും. എന്നിട്ട് ഉമ്മ സ്കൂളിലേക്ക് വന്നാൽ ടീച്ചർമാർക്കൊക്കെ ഉമ്മ വരുന്ന സമയത്ത് പറയും, ആ ചെക്കൻ്റെ ഉമ്മ വരുന്നുണ്ട്, ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇങ്ങനെ എൻ്റെ ഉമ്മയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു നന്മ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് ഇന്നെന്താ അറിയോ, എൻ്റെ ഉമ്മ മരിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, പഠിച്ചു ഞാൻ ഇത്ര വലിയ ക്രൂരനായോ, ഞാൻ എന്തൊരു വൃത്തികെട്ട പെരുമാറ്റത്തിൻ്റെ ഉടമയാണ്. ഞാൻ എൻ്റെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെന്ന് ആ ഖബറിന്റെ അടുത്തിരുന്ന് കുറെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചു തന്നത് റിളൽ റബ്ബി ഫീ റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്നാണ്. എൻ്റെ ഉമ്മ എങ്ങാനും എന്നെ വെറുത്തിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടൂലല്ലോ, അള്ളാഹിന്റെ തൃപ്തി കിട്ടൂലല്ലോ. അത് ആലോചിച്ച് എൻ്റെ ഉമ്മയോട് ചെയ്ത അരുതായ്മകൾ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നെന്തറിയോ, ഒരിക്കലും ഉമ്മ നഷ്ടപ്പെടാൻ നിൽക്കരുത്, അവരുടെ വില അറിയാൻ. ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പറയലുണ്ട്, ഇന്ന് ആളുകൾക്ക് എന്താ പറയുക, കണ്ണ് നഷ്ടപ്പെട്ടാലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. നമ്മുടെ കാലിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ കാലിൻ്റെ വില അറിയുള്ളൂ. ഉമ്മ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഇന്ന് ഉമ്മമാരുടെ വില അറിയുന്നുള്ളൂ. വാപ്പ നഷ്ടപ്പെട്ടാൽ മാത്രമേ വാപ്പാൻ്റെ വില അറിയുള്ളൂ. ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു വാപ്പ മരിച്ച ഒരു കുട്ടീനെ കാണാൻ പോയ സമയത്ത് ഇതേ അനുഭവം അവൻ പറയാൻ എന്തറിയോ, എൻ്റെ വാപ്പാനോട് ഞാൻ മിണ്ടലെന്നില്ല എന്നാണ്. അങ്ങനെയുണ്ട് ചില കുട്ടികൾ, എൻ്റെ വാപ്പാനോട് ഞാൻ മിണ്ടലെന്നില്ല. ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉമ്മാനോട് പറയും, ഉമ്മ വാപ്പാനോട് അത് പറയും. ജീവിതത്തിൽ പ്രായപൂർത്തിയും പക്വതയും എത്തിയത് മുതൽ 22 വയസ്സുള്ള ഒരു കുട്ടി പറയാണ്, എൻ്റെ ഉപ്പാനോട് മിണ്ടിയിട്ടില്ല. എൻ്റെ വാപ്പ ആക്സിഡന്റ് ആയി ICUവിൽ കോമ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് ഞാനൊന്ന് അത് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഞാൻ വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ കുറെ ആഗ്രഹിച്ചു, എൻ്റെ വാപ്പ എന്നോടൊന്ന് സലാം പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് സലാം പറയാമായിരുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ വാപ്പാന്റെ കണ്ണ് തുറക്കുന്നില്ല, വാപ്പാന്റെ ചുണ്ടുകൾ ചലിക്കുന്നില്ല. ഞാൻ കാല് പിടിച്ച് ഒരുപാട് മാപ്പ് പറഞ്ഞു, അപ്പ എനിക്ക് പുറത്തു തരണം, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളോട് സംസാരിക്കണമെന്ന്, ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ അനിയന്മാരോട് എനിക്ക് പറയാനെന്തറിയോ, ഒരിക്കലും ഉമ്മ ഇപ്പം മരിക്കാൻ കാത്തിക്കരുത്, അവരോട് നന്മകൾ ചെയ്യാൻ. ഇപ്പം നമ്മൾ വിചാരിക്കെന്തറിയോ, എത്ര പറഞ്ഞാലും അവരോട് നന്മ ചെയ്യണം, അവരെ അനുസരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞാലും ഇന്ന് എത്ര പറഞ്ഞാലും മക്കൾ ഉൾക്കൊള്ളൂല. ഈ ഉപ്പയുമ്മ എന്തെങ്കിലും പറ്റി അവർ കിടപ്പിലായ സമയത്താണ് നമ്മൾ ഓർക്ക, പഠിച്ചോനെ ഞാൻ അവരോട് നന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായത്. ആ കുട്ടി പറയുന്ന 22 വയസ്സുകാരൻ പറയണെന്തറിയോ, ഞാൻ കുറെ എന്ത് ചെയ്യുന്നറിയോ, ആ കാലിൽ പിടിച്ച് മാപ്പ് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് പറഞ്ഞത്, പാപ്പ കുറച്ച് ക്രിറ്റിക്കലാണ്, തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയില്ല, ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടിരിക്കുന്നു. പിന്നെ കേൾക്കുന്നത് വാപ്പ മരിച്ചു എന്നാണ്. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ ആ മയ്യത്ത് കുളിപ്പിക്കാനും ആ മയ്യത്ത് കഫൻ ചെയ്യാനും അത് നിസ്കരിക്കാൻ പോലും എനിക്കറിയില്ല എന്നൊരു യാഥാർത്ഥ്യം ഞാൻ അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. എൻ്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള ഒരു മയ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ, 4 തക്ബീറുകൾ ചൊല്ലിയിട്ട് എൻ്റെ വാപ്പാക്ക് വേണ്ടി നിസ്കരിക്കേണ്ട നിസ്കാരം, അതുപോലും എനിക്കറിയില്ല എന്നുള്ള കാര്യം എനിക്ക് അപ്പോഴാണ് ബോധ്യപ്പെട്ടത്. എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ആ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ, പ്രിയപ്പെട്ടവരെ, ഒരു ദീർഘമായ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള ദീർഘമായ ഒരു പ്രാർത്ഥന ഞാൻ എങ്ങനെ പഠിക്കും? എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നുള്ള പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ച് എൻ്റെ മയ്യത്ത് നിസ്കാരം ഞാൻ അവസാനിപ്പിച്ചു. എന്നോട് ഇമാമക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ ഞാൻ നിന്നില്ല, വേറൊരാളെ ഞാൻ ഇമാമത്ത് നിർത്തുകയാണ് ഞാൻ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്രയാണ്. പ്രവാസികളായ മക്കളോട് എനിക്ക് പറയാൻ എന്തറിയോ, നമ്മുടെ വാപ്പയും ഉമ്മയൊന്നും അവിടെ പോയിട്ട് സ്വർഗതുല്യമായ ജീവിതം നയിക്കുന്നൊന്നല്ല. അറബിയുടെ ആട്ടും തുപ്പും കേട്ട് അതിശക്തമായ വെയിലേറ്റ് പണിയെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് പ്രവാസ ജീവിതത്തിന്റെ കയ്പുനീര് അനുഭവിക്കുന്നത്. എന്നിട്ട് രാവിലെ പോകുമ്പോ പോക്കറ്റ് മണി കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ ഉമ്മയുടെ നാവിക്ക് ചവിട്ടുന്ന മക്കൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു, രാവിലെ പോകുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ കൂടെ കറങ്ങാൻ, വൈകുന്നേരവും ഷവർമയും ജ്യൂസും കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തന്ന പോക്കറ്റ് മണി പോരാ എന്ന് പറഞ്ഞ് ഉമ്മാനോട് അതിശക്തമായ വർത്തമാനങ്ങൾ പറയുന്ന മക്കളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ അറിയോ ഇസ്ലാമിന്റെ ചരിത്രം? ആരാന്നറിയോ? പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവർ നമ്മുടെ സ്വർഗമാണ്, അവരുടെ കാലിൻ്റെ അടിയിലാണ് സ്വർഗമെന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്കെന്തറിയോ? ബുക്കാഉൽ വാലിദൈനി മിനൽ ഉഖൂഖ്. അവരുടെ കണ്ണൊന്നൊരിറ്റ് കണ്ണുനീര് വന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അത് അവരെ ഉപദ്രവിക്കലാണ്. നമ്മുടെ ഉമ്മ നമ്മുടെ പേരിൽ ഒരിറ്റ് കണ്ണുനീർ വേദനയോടുകൂടി അവരുടെ കണ്ണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതവരെ ഉപദ്രവിക്കലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും മാതാപിതാക്കളെ ഉപദ്രവിച്ചവന് സ്വർഗം കിട്ടുകയില്ല. 1. 2, മാതാപിതാക്കളെ ഉപദ്രവിച്ചവന് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇത് രണ്ടും കിട്ടാത്തൊരവസ്ഥ നമുക്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒരിക്കലും നമുക്ക് വേണ്ടി അവർ കരയുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരിക്കലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ വേണ്ടി വന്നപ്പോൾ അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഉവൈസുൽ കർണി എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ കർണി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. അവസാനം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞു, ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഉവൈസുൽ കർണി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കർണിൽ നിന്നുള്ള ഉവൈസുൽ കർണിയാണോന്ന് ചോദിച്ചു. അത് ഞാനാണ് ഉവൈസുൽ കർണി. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം പ്രകാശിച്ചു സന്തോഷം കൊണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ എന്തറിയോ? എൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഭയങ്കര സന്തോഷത്തിൽ പറയാണ്, ഒരുപാട് നേരം കാത്തിരുന്ന് കിട്ടിയ ഒരു അതിഥിയെ കിട്ടിയതുപോലെ അത്ര സന്തോഷത്തിലാണ് പറയണേ. എൻ്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഉവൈസുൽ കർണി വരും. ആ മനുഷ്യൻ എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഉമ്മ ഉണ്ട്. ആ ഉമ്മാനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വരാൻ പറ്റിയില്ല. ഇപ്പം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോകൂലേ? എന്ത് വില കൊടുത്തും പോകൂലേ? കാരണം എന്താ? നമ്മുടെ സ്വന്തം ഭാര്യയെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റസൂലിനെയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലുള്ളാഹിനെ കാണാൻ അവസരം ഉണ്ടായിട്ടും പോയില്ല. എന്താ പോകാത്തത്? വീട്ടിൽ പ്രായാധിക്യമുള്ള ഉമ്മ ഉണ്ട്, ആ ഉമ്മാനെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ് പോകാത്തത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, നിങ്ങളെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ടായിരുന്നില്ലേ? ആ വെള്ളപ്പാണ്ട് മുഴുവൻ മാറിയില്ലേ എന്ന് ചോദിച്ചു. ആ മാറി. നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നില്ലേ? ആ ഉമ്മ നിങ്ങളെ നന്നായിട്ട് നോക്കിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാനെ നന്നായിട്ട് നോക്കി. സ്വന്തം മാതാവിനെ പരിചരിച്ചതിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ശരീരത്തിലെ വെള്ളപ്പാണ്ട് മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്തു. മാത്രല്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം വന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഉവൈസുൽ കർണി, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉവൈസുൽ കർണിയോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉവൈസുൽ കർണി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ ഇത് പറയണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? ഉമറുൻ ഫിൽ ജന്ന. ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ എന്ത് മഹത്വമാണ് ഉവൈസുൽ കർണിക്കുള്ളത്? ആ മഹത്വം ലഭിച്ചത് സ്വന്തം മാതാവിനെ പരിചരിച്ചതിൻ്റെ പേരിൽ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ ഉമ്മാനെ സ്നേഹിക്കുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരോട് നന്മകൾ ചെയ്യുക എന്നുള്ളത് എന്താണെന്നറിയോ? അത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമായിക്കൊണ്ടാണ്. ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലങ്ങൾ അല്ലാഹു വാരിക്കോരി തരുന്ന നന്മയായിക്കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. അടുത്തൊരു കാര്യം എനിക്ക് പറയാൻ എന്തറിയോ? അള്ളാഹിനെ റസൂലിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും നമ്മൾ അവരെ അനുസരിക്കണം. അള്ളാഹിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും നമ്മൾ അവരെ അനുസരിക്കണം. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പ്രണയ വിവാഹമൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതൊക്കെ മാറി, കാലം മാറി. ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ ആണിനെയും പെണ്ണിനെയും ഒക്കെ വിവാഹം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്ത്, അങ്ങനത്തെ ഒരു ട്രെൻഡിനൊപ്പമാണ് ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക? വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതത്തിന് ആ പെൺകുട്ടി തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഉപ്പ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പെൺകുട്ടിയെ നിങ്ങൾ ത്വലാഖ് ചൊല്ലണം, നിങ്ങൾ ഇസ്ലാമിക ജീവിതത്തിന് ഈ പെൺകുട്ടി തടസ്സമാണെന്ന് പറഞ്ഞു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും ത്വലാഖ് ചൊല്ലൂല,
കാരണം ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, എൻ്റെ ഹൃദയത്തിൽ അങ്ങേറ്റം ഇറങ്ങിപ്പോയൊരു പെൺകുട്ടിയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ത്വലാഖ് ചൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ചെന്നു. എന്നിട്ട് നബിതങ്ങളുടെ സന്നിധിയിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, എൻ്റെ മോനോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല. അപ്പം മകനോട് വരാൻ പറഞ്ഞു. ഇബ്നു ഉമർ തങ്ങളോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് വാപ്പ പറഞ്ഞത് അനുസരിക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെ മനസ്സിൽ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് ആ പെൺകുട്ടീനെ ത്വലാഖ് ചൊല്ലാൻ പറ്റൂല എന്ന് എന്ത് ചെയ്തു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വാപ്പക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണ്ട, തൊല്ലിക്കുക, നീ അവിടെ ത്വലാഖ് ചൊല്ലണം. അങ്ങനെ ആലോചിച്ചു, അള്ളാഹിനെ റസൂലിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയത്തിലും നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കലും അവരെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാൻ എന്താ അറിയുക, എവിടെ പോവുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലം വരുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനക്ക് ഏറ്റവും ബന്ധം ആരോടായിരിക്കും എന്നറിയോ? അവന്റെ കൂട്ടുകാരോടായിരിക്കും. നമുക്ക് ഏറ്റവും ബന്ധം ആരോടാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ മാതാപിതാക്കളോടാണ്. മൻ അഹഖു ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത് ആരോടാണെന്ന് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്തറിയോ? ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നിന്റെ മാതാവിനോട് എന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് എന്തറിയോ? ഏറ്റവും ബന്ധം നമുക്ക് ആരോടാണ്? നമ്മുടെ സുഹൃത്തുക്കളോടാണ്. ഇത് അന്ത്യനാളിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിക്കട്ടെ, മനസ്സ് തുറന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അനുവാദം ചോദിച്ചു പോകുന്നവർ ഒന്ന് കൈവക്കും. വീട്ടിൽ നിന്ന് ഉമ്മാനോട് അനുവാദം ചോദിച്ചിട്ട് പറഞ്ഞു പോകുന്ന കുട്ടി, മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ പറഞ്ഞ സത്യമല്ലേ? മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ അറിയോ, പല മക്കളും എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അനുവാദം ചോദിക്കാതെ, എന്നെ കേൾക്കൂലേ? ഇപ്പൊ അവസാനിപ്പിക്കും, കുറച്ചു നേരം കൂടി. വീട്ടിൽ നിന്ന് പല മക്കളും എന്താണെന്ന് വെച്ചാൽ ഉപ്പാനോടും ഉമ്മാനോടും ഒന്നും ചോദിക്കാതെയാണ് പോവുക. അതെന്താ പറയുക? ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യന്റെ ശരീരത്തിന് കരുത്തും കഴിവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, പ്ലീസ് ശ്രദ്ധിക്കണ്ടല്ലേ, മനുഷ്യന്റെ ശരീരത്തിന് കുറച്ച് കഴിവും ശരീരത്തിന് പുഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ, ആരോഗ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, ഓനിക്ക് എന്നെ തോന്നാണ് എന്താണെന്നറിയോ? എനിക്ക് ഞാൻ തന്നെ മതി എന്നെന്ത് ചെയ്യാണ്? തോന്നിപ്പോവാണ്. അങ്ങനെ തോന്നിപ്പോകുമ്പോഴാണ് ഖുർആൻ പറയുന്നത് എന്താ അറിയോ? പിന്നെ അവന് തോന്നുന്നത് അറിയോ? ബൽ യുരീദുൽ ഇൻസാൻ ലിയഫ്ജുറ അമാമ, തെമ്മടിയായിട്ട് ജീവിക്കാം. എന്തിനാ എനിക്ക് വാപ്പാന്റെ സഹായം? എനിക്ക് എന്തിനാ ഉമ്മാന്റെ സഹായം? എനിക്ക് 18 വയസ്സായില്ലേ, മെജോറിറ്റി ആക്ട് പ്രകാരം ഞാൻ മേജർ ആയില്ലേ, എനിക്ക് ഒരാണിനെ വിവാഹം ചെയ്യുന്നതിന് എന്താ കുഴപ്പം, എനിക്കൊരു പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിന് എന്താണ് കുഴപ്പം, എന്തിനാണ് ഈ നിയമങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, മാതാപിതാക്കളെ ഒഴിവാക്കുന്ന ഒരു സമൂഹം നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. ഇവിടെയാണ് ഖുർആൻ എന്ത് പറയുന്നതെന്നറിയോ? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരാൻ അവരാരാണ്, നമ്മൾ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരുടെ എത്തിയത്, നമ്മൾ നടന്നു വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു കുട്ടി, ആക്സിഡന്റ് ആയ ഒരു കുട്ടീനെ കാണാൻ വേണ്ടി പോയി. ആ കുട്ടി ആക്സിഡന്റ് ആയിട്ട് പറമ്പിലേക്ക് മറിഞ്ഞു വീണതാണ്. അങ്ങനെ 2 കാലും പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ, 2 കാലും ആ കുട്ടീൻ്റെ പൊട്ടിയിട്ടുണ്ട്. ഒരു കാലിന് എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പി ഇട്ടിട്ടുണ്ട്. ഈ കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് റോഡൊന്നുമില്ല, എടുത്തിട്ട് കൊണ്ടുവരണം. ഈ കുട്ടീനെ ആരാ എടുത്തു കൊണ്ടുവരുന്നതെന്നറിയും? 16 വയസ്സുള്ള ഈ മോനെ ആരും എടുത്തിട്ട് കൊണ്ടുവരുന്നതെന്നറിയും? ഉമ്മയാണ്. വാപ്പയില്ല ഈ കുട്ടിക്ക്, ഉമ്മ എടുത്തിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു കയറ്റം കയറാണ്ട് ആ ഉമ്മ എടുത്തിട്ട്, എന്നിട്ട് അനിയത്തിനെ കൊണ്ട് കാല് പിടിപ്പിച്ചിട്ട് ഉമ്മ എടുത്തിട്ടാണ് ഈ കുട്ടീനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ബാത്റൂം പോവാൻ, എങ്ങനെയാണ് മോനെ ബാത്റൂം പോലെന്ന് ചോദിച്ചപ്പോൾ എന്താ അറിയോ? ഓൻ പറഞ്ഞെന്താ അറിയോ? ആ കുട്ടി അങ്ങോട്ട് കരഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഈ കരയണേ? എൻ്റെ ഉമ്മ എടുത്തിട്ട് ബാത്റൂം കൊണ്ടുപോകും, എന്നിട്ട് ഉമ്മാന്റെ മടിയിൽ എൻ്റെ കാല് വെച്ചിട്ട് സ്റ്റൂള് വെച്ചിട്ടാണ് ഞാൻ ടോയ്ലറ്റ് പോലെ. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളെ കാലിന് എന്തെങ്കിലും ഒന്ന് പറ്റിയാലേ, നമ്മളെ കൈക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ്റിയാലേ
നമ്മളെ രണ്ട് കാലിനൊന്നെങ്കിലും പറ്റിയാലേ ആ കാലിന് പകരമുള്ള ഒരാളേ ഉള്ളൂ ജീവിതത്തിൽ. അതാരാന്നറിയോ? സ്വന്തം ഉമ്മയാണ്. ഈ രണ്ട് കൈക്കും എന്തെങ്കിലും ഒന്ന് പറ്റിയാലേ ഈ കൈക്ക് പകരം നമുക്ക് ജീവിതത്തിൽ ഒരേ ഒരാളേ ഉള്ളൂ ജീവിതത്തിൽ. അതാരാന്നറിയോ? നമ്മുടെ ഉമ്മയാണ്. നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒന്ന് പറ്റിയാലേ അതിന് പകരം നിൽക്കാൻ ആരാ ഉള്ളൂന്നറിയോ? ബാപ്പാക്കോ പെങ്ങന്മാർക്കോ ആർക്കും നിൽക്കാൻ പറ്റൂല. ആർക്കും നിൽക്കാൻ പറ്റൂല. അതിന് പകരം നിൽക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അതാരാന്നറിയോ? നമ്മുടെ ഉമ്മയാണ്. ആ ഉമ്മാനോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കളോട് പറയാൻ, ആത്മാർത്ഥമായിട്ട് പറയാൻ, നിങ്ങൾ എന്തെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന വല്ലതും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ പരിപാടി കഴിയുന്നതോടുകൂടി ഇന്ന് വൈകുന്നേരം നിങ്ങൾ പോയിട്ട് ബാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ മാപ്പ് ചോദിക്കണം. നിങ്ങൾ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് സ്വർഗം കിട്ടൂല. നിങ്ങൾ തൃപ്തിയാ, അള്ളാന്റെ തൃപ്തി കിട്ടുള്ളൂ. എന്നാലും എനിക്ക് സ്വർഗം കിട്ടുള്ളൂ. നിങ്ങൾ വേദനിപ്പിച്ച പ്രിയപ്പെട്ടവരെന്തറിയോ, കൈക്കോ കാലിനോ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്ന എന്തറിയോ, ഒരു 5 വയസ്സുള്ള ഒരു കുട്ടി വീഡിയോയിൽ വന്നിട്ട് പറയുന്നൊരു ചെറിയൊരു വാക്കുണ്ട്. എന്താ കുട്ടി പറയണത് എന്തറിയോ? എൻ്റെ ശരീരത്തിലെ തൊലികളൊക്കെ മുഴുവൻ ഇങ്ങനെ പഴുത്തൊലിക്കുകയാണ്. എനിക്കൊന്നും നടക്കാൻ പറ്റൂല, എനിക്കൊന്നും ഇരിക്കാൻ പറ്റൂല, എനിക്കൊന്ന് കിടക്കാൻ പറ്റില്ല. ആ ഭാഗമൊക്കെ പഴുത്ത് ചലം കെട്ടി എന്നിട്ട് വേദന കൊണ്ട് എൻ്റെ അവസാനം ആ കുട്ടി പറയണെന്തറിയോ, എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അവസാനം കുട്ടി പറഞ്ഞെന്തറിയോ, എൻ്റെ ഉമ്മ എന്നും ഒരു തുണി നനച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ, ഒരു വലിയ തുണി ഫുള്ള് വെള്ളം കൊണ്ട് നനച്ചിട്ട് ആ നനച്ച തുണി എന്ത് ചെയ്യുന്നറിയോ, ഉമ്മാൻ്റെ മടിയിൽ വെക്കും. എന്നിട്ട് ആ മടിയിൽ എന്നെ കൊണ്ടൊന്ന് കിടത്തും. രാത്രി 2 മണി വരെ 3 മണി വരെ ഞാൻ ഉമ്മാൻ്റെ മടിയിൽ കിടന്നിട്ടാണ് ഉറങ്ങൽ. എൻ്റെ ഉമ്മ ഉറങ്ങലാകെ 3 മണിക്കൂർ മാത്രം, ഒരു 3 മണിക്കൂർ മാത്രം. അത്രയും സമയം എന്നെ മടിയിൽ വെച്ച് കൊണ്ടിടക്കുന്ന ആരാ അറിയോ? എൻ്റെ ഉമ്മയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്കൊക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാലേ നമുക്കൊക്കെ ഉള്ളത് നമ്മുടെ ഉമ്മയുപ്പയാണ്. അതുകൊണ്ട് എന്തു പറയുമ്പോഴും നടന്നു വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്, കയറി വന്ന വഴികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് മറന്നാൽ പ്രിയപ്പെട്ടവരെ പരലോകത്ത് വമ്പിച്ച നഷ്ടമായിരിക്കും. നിങ്ങൾ നോക്കൂ സഹോദരങ്ങൾ, ഇസ്ലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സലാസു ദഅവാത്തിൻ മുസ്തജാബ, അള്ളാഹ് ഉത്തരം ചെയ്യുന്ന 3 പ്രാർത്ഥനകളെ കുറിച്ച് പറയുന്നിടത്ത് ഒരു പ്രാർത്ഥന എന്താ അറിയോ? ഉമ്മ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇറങ്ങാൻ നേരത്തെ നമ്മൾ ഉമ്മാനോട് പറയുന്ന, ഉമ്മച്ചേ പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഉറപ്പുണ്ട് ആര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിസ്കാരക്കുപ്പായിട്ട് മുസല്ലയിൽ ഇരിക്കുന്ന ഉമ്മാനോട് നമ്മൾ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവർ നമുക്ക് പ്രാർത്ഥിക്കുമെന്ന ഒരുറപ്പ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എന്തറിയോ, നമ്മളൊക്കെ ഓരോ സെക്കൻഡിൽ ഒരു പ്രയാസമില്ലാതെ നടന്നു വരുന്ന എന്തുകൊണ്ടെന്നറിയോ? ഒരു ബുദ്ധിമുട്ടില്ലാതെ പല പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ പറയില്ലേ കഴിച്ചലായതട്ടോ, ഇങ്ങനെ കഴിച്ചലായെന്ന് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വീട്ടിലൊരു ഉമ്മ ഉള്ളതുകൊണ്ടാണ്. ആ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടാണ്. നിങ്ങൾ നോക്ക്, വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ ഉമ്മാന്റെ നെഞ്ചത്ത് ഉമ്മ കയ്യങ്ങട് വെക്കുക, പടച്ചോനെ എൻ്റെ മോന് ബൈക്ക് എടുത്തിട്ടാണ് പോയത്, ഇനി എപ്പോഴാ വരിക? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരം വൈകിയാൽ ഉറങ്ങാത്ത ഒരേ ഒരാളെ നമ്മുടെ വീട്ടിലുള്ളൂ. നമ്മൾ വാഹനമെടുത്ത് പുറത്തിറങ്ങിയാൽ ഉറങ്ങാത്ത ഒരേ ഒരാളെ വീട്ടിലുള്ളൂ. അത് ആരാന്നറിയോ? നമ്മുടെ ഉമ്മ. നമ്മുടെ വാപ്പ ഉറങ്ങിയിട്ടുണ്ടാവും, സഹോദരങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഉറങ്ങാത്ത ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ. അത് ആരാന്നറിയോ? ചില വാപ്പാരുണ്ടാകും, അത് ഉറപ്പാണ്, ചില വാപ്പാരുണ്ടാകും. പിന്നെ ഉണ്ടാകുമെന്നറിയോ? നമ്മുടെ ഉമ്മമാരായിരിക്കും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ബേജാറായിരിക്കും, പടച്ചോനെ എൻ്റെ കുട്ടി എത്തിയില്ലല്ലോ എന്നുള്ള ബേജാറാണ്, എൻ്റെ മോൻ എത്തിയില്ലല്ലോ എന്നുള്ള ബേജാറാണ്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ദിവസം തലശ്ശേരി വെച്ച് ആക്സിഡൻ്റായി മരണപ്പെട്ട ഹർഷാദ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. 4 മക്കളാണ് അദ്ദേഹത്തിന്. ഇവിടെ ആലോചിച്ചു, ഇങ്ങനെ എത്ര മരണങ്ങൾ. ഈ മരിച്ച ആളുകളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കാണാത്തൊരു സങ്കടം എവിടുന്ന കണ്ടെന്നറിയോ? സ്വന്തം ഭാര്യക്ക് പോലും ഇത്ര സങ്കടം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം മോൻ്റെ മയ്യത്ത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആർത്തട്ടഹസിച്ച് കരയുന്ന, ഇങ്ങനെ എനിക്ക് കരയാൻ പറ്റൂലല്ലോ, ഇതെൻ്റെ ദീൻ അനുവദിക്കുന്നതല്ലല്ലോ, ഞാനിങ്ങനെ കരഞ്ഞാൽ എൻ്റെ മോൻ്റെ കബറിൽ മോൻ്റെ പരലോക ജീവിതത്തിന് പ്രയാസം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടങ്ങൾ ഒതുക്കി വെച്ച് മോൻ്റെ മയ്യത്ത് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 പേരുടെ തോളിൽ കൈയിട്ടിട്ട് സ്വന്തം മോൻ്റെ മയ്യത്തിലേക്ക് മുട്ടുകുത്തിയിരുന്ന് നെറ്റിത്തടത്തിൽ മുത്തം വെച്ച് കരയുന്ന ഒരു ഉമ്മാൻ്റെ മുഖം നിങ്ങൾ ആലോചിച്ചു. ആ സങ്കടങ്ങളുടെ
അദ്ദേഹത്തിന്റെ അവരുടെ കണ്ണെന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരുകൾ പാരാവാരം പോലെ ഒഴുകുന്ന കണ്ണുനീര് അത്ര വലുതായിരിക്കും സങ്കടം, അത്ര വലിപ്പത്തിലുള്ള സങ്കടമായിരിക്കും, അത്ര സങ്കടമായിരിക്കും ഒരു മകൻ മരിച്ചാൽ ഉമ്മക്കുണ്ടാവുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്നറിയോ, നമ്മളെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയാണ് അവരുടെ മുടി നരച്ചത്, അവരുടെ ശരീരത്തിലെ തൊലികൾ ചുക്കിച്ചുളിഞ്ഞത് നമുക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ പേരിലാണ്, നമുക്ക് വേണ്ടി പ്രയത്നിച്ചതിൻ്റെ പേരിലാണ്, നമുക്ക് വേണ്ടി നന്മകൾ ചെയ്തതിൻ്റെ പേരിലാണ് അവരനുഭവിക്കുന്ന അവരുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദന, അവരുടെ ഊരവേദന, അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെയും നമുക്ക് വേണ്ടി അധ്വാനിച്ചതിൻ്റെ പേരിലാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് നന്മ ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ പറയുക, അവർ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യണം, അവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യണം. അതിലൊന്നെന്താ അറിയോ, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കണം. 2, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. 3 എന്താ അറിയോ, അവർക്ക് എന്തെങ്കിലും കരാറുകളൊക്കെ ഉണ്ടെങ്കിൽ, കട ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വീട്ടണം. അതേപോലെ തന്നെ 4-മത്തെ ഒരു കാര്യം എന്താ അറിയോ, അവരുടെ സുഹൃത്തുക്കളെ നമ്മൾ ആദരിക്കണം. അടുത്തൊരു പോയിന്റ് എന്താ അറിയോ, അവർ മുഖേനയുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. ഈ കാര്യം എന്ത് ചെയ്യണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ മറക്കാൻ പാടില്ല. എന്നാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും ഉമ്മക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയുമ്പോൾ നിസ്കരിക്കാൻ അറിയില്ല പ്രിയപ്പെട്ടവരെ. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയെന്തറിയോ, ഒരു മയ്യത്ത് മുന്നിലേക്ക് കൊണ്ടുവച്ച് മോനോട് പറഞ്ഞു, മോൻ നിസ്കരിക്കാമെന്ന് ചോദിച്ചു. ആ കുട്ടി പറഞ്ഞു ഞാൻ നിസ്കരിക്കാൻ. ആ കുട്ടി എന്താ ചെയ്തതെന്നറിയോ, മയ്യത്ത് നിസ്കാരത്തിൽ 6 തക്ബീറുകൾ വിളിച്ചു. 6 തക്ബീർ. നിങ്ങൾ ആലോചിച്ചു, 100 കണക്കിന് ആളുകൾ നിസ്കരിക്കാൻ വന്ന ആ പള്ളിയിൽ വെച്ചിട്ട് ആ കുട്ടി നിസ്കരിക്കാൻ, എന്നാൽ ആ കുട്ടിക്ക് പറയാം എനിക്ക് നിസ്കരിക്കാൻ അറിയില്ല. എന്നാൽ മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയാത്ത മക്കളുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനെന്താ വെച്ചാൽ, മരിച്ച പ്രിയപ്പെട്ട മാതാവിനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്രാണ് അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം. അവരോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് അവർക്ക് വേണ്ടിയുള്ള നിസ്കാരം. ആ നിസ്കാരം പഠിക്കാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ CRE ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. സ്റ്റുഡൻസ് വിങ് സംഘടിപ്പിക്കുന്ന CRE ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കണം. അവിടെ മയ്യത്ത് നിസ്കാരം പഠിപ്പിക്കും. അതിലെ ഓരോ തക്ബീറുകളിലും ചൊല്ലേണ്ട ദിക്റുകൾ പഠിപ്പിക്കും. എത്ര പേർക്ക് അറിയാം പ്രിയപ്പെട്ടവരെ, 15 കൊല്ലം ജീവിച്ചിട്ട്, 16 കൊല്ലം ജീവിച്ചിട്ട്, 5ഉം 6ഉം ക്ലാസ്സുകളിൽ മദ്രസകളിൽ പഠിച്ചിട്ട് ഇതൊന്നും പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഈ നന്മകൾ ചെയ്തു തന്ന ഈ നന്മ മരങ്ങൾക്ക് നമ്മൾ ശുക്ർ ചെയ്യുക എന്ന് ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവസാനിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയില്ല. മനസ്സിൽ അത്രയും കീറി മുറിച്ച വേദന നമുക്കുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയും, ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗങ്ങളിൽ പറയലുണ്ട്. ഒരു 3 മക്കളുടെ ഉമ്മ മരിച്ച സമയത്ത് ആ മയ്യത്ത് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് മക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ഉമ്മാനെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ഉമ്മാൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ മക്കൾ ചോദിക്കണേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഉമ്മാനൊന്ന് അവസാനമായിട്ട് കണ്ടോട്ടെ. നിങ്ങളൊന്ന് ആലോചിക്കണം, മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച മയ്യത്ത് നിലത്തേക്ക് ഇറക്കി വെച്ച് പായൽ വെച്ചിട്ട് ആ കെട്ടിയ മയ്യത്തിൻ്റെ 3 തുണി എന്ത് ചെയ്യുന്നറിയോ, കെട്ടിങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഓരോ കെട്ട് അയക്കുമ്പോഴും ആ കുട്ടികളുടെ കണ്ണിന്നിങ്ങനെ കണ്ണീര് വരികയാണ്. ആ മയ്യത്തിങ്ങടെ അയച്ച് മുഖം തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ വലിയ മകൻ മുട്ടുകുത്തിയിരുന്ന് ആ നെറ്റിയിലേക്ക് മുത്തം വെക്കാൻ. 2ാമത്തെ മോനും അങ്ങനെ തന്നെ. 1ാമത്തെ 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്താ ചെയ്തതെന്നറിയോ, ആ ഉമ്മാൻ്റെ മയ്യത്തിലേക്ക് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇന്നലെ വരെ ഞാൻ കിടന്നുറങ്ങിയത് ഈ ഉമ്മാൻ്റെ അടുത്താണ്, ഞാൻ നാളെ ആരുടെ അടുത്താണ് കിടന്നുറങ്ങുന്നത്? ആ പെൺകുട്ടി ചോദിക്കേണ്ട, 5 വയസ്സുള്ള കുട്ടി. അപ്പോഴാണ് പ്രിയപ്പെട്ടവർ, ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരിക്കലും എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വില പറഞ്ഞിട്ടോ മനസ്സിലാക്കിയിട്ടോ കാര്യമില്ല. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, അതിൻ്റെ വില അറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം, അവർക്കർഹിക്കുന്ന പരിഗണന കൊടുക്കണം. ഒരിക്കലും അവർക്കിഷ്ടമില്ലാത്ത, അവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ ഉണ്ടാവുകയില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. ഒരിക്കലും നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി കരയരുത്. അങ്ങനെ കരഞ്ഞാൽ ആ കണ്ണുനീര് അവരെ പ്രയാസപ്പെടുത്തലാണ്, അവരെ ബുദ്ധിമുട്ടിക്കലാണ്. അങ്ങനെ വന്നാൽ എനിക്ക് റബ്ബിന്റെ തൃപ്തിയും സ്വർഗവും നേടാൻ സാധിക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യത്തോടു കൂടി
മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് സ്വർഗീയാരാമത്തിൽ ഉന്നതമായ സോപാനങ്ങളിൽ എത്തിച്ചേരാൻ കാരണമാകുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.